പേടിക്കണ്ട. ഉറക്കത്തിൽ കിടന്ന് എന്റെ പേര് വിളിക്കുന്ന സ്വഭാവം കൊച്ചിലെ അവക്കുണ്ട്. രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു. ഇനി രമ പൊയ്ക്കോ. ഞാൻ എങ്ങോട്ട് പോവാനാ? കൂട്ടുകാരുടെ വീട്ടിൽ പോ. ചേട്ടാ, അയാൾ ആ സ്ഥലം കണ്ടുപിടിച്ചു. എനിക്കിനി അവിടെ പോയി നിൽക്കാൻ പറ്റില്ല. അയാൾ അവിടെ നിന്നൊക്കെ പൊയ്ക്കാണ്. ചേട്ടാ, അവിടെ ആരോ നിൽക്കുന്നത് പോലെ. ഇതാ അവിടെ അയാളാണെന്ന് തോന്നുന്നു. ഇതിപ്പോ എന്ത് ചെയ്യാ? ചേട്ടാ, ഞാനിവിടെ നിന്നോട്ടെ. ഞാൻ കൂട്ടുകാരുടെ ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായി കഴിഞ്ഞാൽ ഞാൻ പൊക്കോളാം. അതെങ്കിലും ശരിയാവും. ഇപ്പൊ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞത്. ചേട്ടാ, ഈ അവസ്ഥയിൽ എന്നെ കൈവിടല്ലേ. ഇതിപ്പം വലിയ ശല്യം വലിയത്. അയാൾ ഇവിടെ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കും. ഇവിടെ കയറ്റി ഒളിപ്പിക്കുകയും ചെയ്ത്. നീ വിഷമിക്കണ്ട. ഇനിയിപ്പോ എന്താ പറയട്ടെ? എന്റെ അമ്മ തങ്കം ചാച്ചി എന്റെ അമ്മയുടെ അടുത്ത ബന്ധുവല്ലേ? ഒരു കാര്യം ചെയ്, നീ പുറത്തു കിടന്ന് ഉറങ്ങും. രാവിലെ അവർ നിന്നെ കാണുമ്പം എന്താണ് ഏതാണെന്നൊക്കെ ചോദിക്കും. അപ്പം നീ പറയണം, ഞാൻ അനാഥയാണ്, ഒരു ജോലി തേടി വന്നപ്പോൾ ഇവിടെ രാത്രിയായി, ഇവിടെ പെട്ടുപോയതാണെന്ന് പറയണം. കേട്ടാ? ചേട്ടാ, അത് ശരിയാവോ? ശരിയാവാത്തത് പിന്നെ നമ്മൾ തമ്മിലുള്ള കണക്ഷൻ ഒന്നും പറയല്ലേ. അത് പ്രത്യേക ഓർമ്മ വേണം. കേട്ടാ? പറയില്ല. ആ, നീ പോയാ? നീ ഒരു കാര്യം ചെയ്യും, ഈ സോഫയിൽ കിടന്ന് ഉറങ്ങിക്കോ. പേടിക്കൊന്നും വേണ്ട. ഞാൻ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. എൻ്റെ റൂം അതാണ്. ഞാൻ വാതിൽ തുറന്നിട്ടേക്കാം. ഞാൻ ഉറങ്ങുന്നില്ല. കിടന്നോ. ചേട്ടാ, ചേട്ടൻ്റെ മനസ്സ് വലിയ മനസ്സാ. രമേ, ഞാൻ കൺട്രോൾ വിട്ട് നിൽക്കുകയാണ്. നിയന്ത്രണം വിട്ട് ഞാൻ പൊട്ടി കരഞ്ഞു പോകും. കേട്ടാ? കിടന്നോ. കിടാങ്ങോട്ട് കിടക്ക. ഇരുന്നുറങ്ങണ? അത് രാത്രി മൊത്തം ഉണർന്നിരിക്കായിരുന്നു. ഇപ്പോഴാണ് ഉറങ്ങിയത്. ഞാനേ അവരെ വിളിക്കാം. പേടിക്കുകയും ചെയ്യരുത്. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നിനക്ക് എന്നെ അറിഞ്ഞേക്കൂടാ. കേട്ടാ? വിളിക്കട്ടാ? വിളിക്ക. കൈവിടല്. ഇല്ല. നിലു, നിലുവേ. എന്താ? ഒരു സ്ത്രീ. എന്താ കരയണേ? നിങ്ങൾ കരയാതെ കാര്യം പറയൂ. ചേച്ചി, ഞാൻ അങ്ങനെ വിളിക്കുന്നോണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? എന്തെങ്കിലും വിളിക്ക്, കാര്യം പറ. ചേച്ചി, ഞാനൊരു അനാഥയാ. അയ്യോ പാവം. അതിന് ചേച്ചി, എനിക്ക് ഉറ്റവരും ആരും ഇല്ല. അതിനല്ല അനാഥയെന്ന് പറഞ്ഞത്. ചേച്ചി, എനിക്ക് ജീവിക്കാൻ ഒരു മാർഗവും ഇല്ല. എനിക്കൊരു ജോലി വേണം. ജോലി വേണമെങ്കിൽ PSC ടെസ്റ്റ് എഴുതണം. അല്ലേ ദിലു? ചേച്ചി, ഞാൻ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യും. ഞാനെന്ത് വേണം? ചേച്ചി, കുടിക്കാൻ കുറച്ച് വെള്ളം. കുറച്ച് വെള്ളം കൊടുക്കുക. അവശ്യമായി നിൽക്കണം. കുറച്ച് വെള്ളം കൊടുക്കുക. അകത്തോട്ട് കൊണ്ടുപോകും. അത് തന്നെ പാവം. അകത്തൊരു വാണ്ടി. ലച്ചു, നീ കുറച്ച് വെള്ളം എടുത്തുണ്ടോ? അയ്യോ, കേറാൻ പറഞ്ഞില്ല. അതിന് മുമ്പ് കയറിപ്പോയി. നീ വല്ല കുഴപ്പക്കാരി ആയിരിക്കോട്ടോ. ഒരു കുഴപ്പമില്ല. നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. വാ 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 വാ. വെള്ളം കുടിക്കേ. ഇരിക്കേ. വെള്ളം കുടി. പാവം. വല്ലതും കഴിച്ചിട്ട് 2 ദിവസം ആയ പോലെ ഉണ്ട്. അയ്യോ, 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്? ഇല്ല, 1 ദിവസമേ ആയിട്ടുള്ളൂ. അയ്യോ, രാവിലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അമ്മ, അകത്ത് പഴം ഇരിപ്പുണ്ട്. എടുത്ത് കൊടുക്കട്ടെ? എടുത്ത് കൊടുക്കട്ടെ എന്നാ? കൊടുക്കുമോളൂ. അല്ല, നിങ്ങള് നേരത്തെ എന്താ പറഞ്ഞ? എന്ത് ജോലിയും ചെയ്യുമെന്നല്ലേ? അതെ സർ. അതിന്റെ പേര് രമ. അല്ല, രമാന്ന് രമണിന്ന് ക്ഷീരെന്നൊക്കെ ആയിരിക്കും. ഇപ്പോഴേ ഒരാളെ മുഖം കണ്ട നമുക്ക് പേര് ഊഹിച്ചെടുക്കാം. നമ്മളെ രാഘവമാമന്റെ മുഖം കണ്ട പഴയ നടൻ രാവനെ പോലെ അല്ലേ ഇരിക്കണേ? ഇപ്പൊ പ്രധാനമന്ത്രി നരസിംഹറാവു. നരസിംഹറാവുവിന്റെ മുഖവും ഒരുപോലെ അല്ലേ ഇത്? അല്ലേ? അങ്ങനെ സിംഹത്തിന്റെ ഒക്കെ അല്ലേ? അത് ശരിയാ. അച്ഛന്റെ മുഖം കണ്ട ബ്ലുന്നല്ലേ ഇരിക്കും.
വിളിക്കുന്നത്. അതാണ് ബാലു. എന്താ പേരെന്താ? രമ അല്ല തങ്കം. തങ്കം നല്ല പേരല്ലേ? ഏതുവരെ പഠിച്ചേ? ഡിഗ്രി, പ്രീ ഡിഗ്രി. പ്രീ ഡിഗ്രി. അയ്യോ, അപ്പൊ നീലുവിന്റെ ഓഫീസിൽ ജോലി കൊടുക്കാൻ പറ്റൂല? അതൊന്നും കൊടുക്കാൻ പറ്റാത്ത. അവിടെ എന്തായാലും വൃത്തിയാക്കാൻ ഒരാൾ ആവശ്യമാണ്. തൂപ്പാ? എന്താ തൂപ്പ് വൃത്തിയിട്ട ജോലിയാണോ? അച്ഛാ, തൂപ്പ് വൃത്തിയാക്കുന്ന ജോലിയല്ലേ? അല്ല, എന്നാൽ ഈ ലുക്ക് വെച്ച് തൂപ്പ് ചേരില്ലല്ലേ? ലുക്കുള്ളവരെ തൂക്കാൻ വിളിക്കൂലേ? അയ്യോ, ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഇപ്പൊ ഞാൻ എന്ത് വേണം? എന്നോട് എന്തിനാ ഇതൊക്കെ പറയണേ? അത് ശരിയാണ്. ഞാൻ എന്തിനു നീലിനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എവിടുന്ന വലിഞ്ഞേറി വന്നവള്, ആരോരും ഇല്ലാത്തവള്, അനാഥ. നമ്മളെന്തിനാ അറിയണേ? കുട്ടി സ്ത്രീ ഈ പഴം എടുത്ത് കഴിച്ചിട്ട് എന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. എവിടെയെങ്കിലും പോ, നമുക്ക് ശല്യം ഉണ്ടാക്കുന്നത് പ്ലീസ്. ബാലു, എന്ത് ബാലു? നീലു, ഞാനൊരു കാര്യം പറയാം. പകൽ സമയം ഇതുവഴിയൊക്കെ അലഞ്ഞു കിടക്കും, എന്നിട്ട് വീട് കണ്ടുപിടിക്കും. രാത്രി സമയമാകുമ്പോൾ വീട് മോട്ടിക്കാൻ പറഞ്ഞ ചാര സംഘടനയിൽപ്പെട്ട ആളാണ് ഈ സ്ത്രീ കുട്ടി എന്ന് അറിയണ്ട്. ശ്രീകുട്ടിയാ? ചുമ്മാ ഇരിക്കുന്നേ. ആ കുട്ടിയെ കണ്ട അങ്ങനെ ഒന്നും തോന്നിയൊന്നുമില്ല. എന്ത് തോന്നാത്തത്? ഈ കുട്ടി മോട്ടിക്കൂല എന്ന് ലുക്ക് വെച്ചാണോ അറിയണത്? എന്ത് ലുക്കില്ലാത്തവരെ മോട്ടിക്കാൻ പോവളാ? അയ്യോ, കരയണ്ട കരയണ്ട. അയ്യോ കരയണ്ട. ഇപ്പൊ ഞാൻ എന്താ വേണ്ടേ? കാശുവല്ലോ വേണം? എനിക്ക് കാശൊന്നും വേണ്ട. എനിക്ക് ഈ വീട്ടിലെന്തെങ്കിലും ജോലി ചെയ്താൽ മതി. അയ്യോ പാവം. കുട്ടിയുടെ വീട് എവിടെയാ? കൊല്ലം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മാരീഡ് ആണോ? അല്ല. മാരീഡ് അല്ല. മാരീഡ് അല്ല. അല്ല, പാവം. ഇത്ര നാൾ എവിടെ താമസിച്ചേ? ഹോസ്റ്റലില്, പല പല ഹോസ്റ്റലില്. ഒരു കാര്യം ചെയ്, തൽക്കാലം ഇവിടെ നിൽക്ക്. പറ്റുന്ന ജോലിയൊക്കെ ചെയ്. വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ഇല്ല. നിർത്തണോ? നിർത്തി നോക്കാം. നോക്കല്ലേ? അങ്ങനെ കാര്യം ചെയ്. എന്നാ തുണിയൊക്കെ വാഷ് ചെയ്യും, അല്ലെങ്കിൽ അടക്കള. വേണ്ട, തുണി കഴിക്കോ. തുണി എവിടെ ഇരിക്കണേ? ഞാൻ കാണിച്ചു തരാം. പാവല്ലേടി, വലിയ കട്ടിയുള്ള തുണിയൊന്നും കൊടുക്കല്ലേ കേട്ടാ. ആരാ അത്? അല്ല, ആ പോയതാരാ? അത് അനാഥ. അനാഥയോ? അനാഥ. മറ്റേ നമ്മളെ തങ്കം ഇല്ലേടി, നമ്മളെ ആര്യനാടുള്ള തങ്കം ആൻറ്റി ഇല്ലേ? തങ്ക ആൻറ്റിയുടെ മോള് രമയില്ലേ? രമയെ പോലെ ഉണ്ട് അല്ലേ കാണാൻ? ഇത് തങ്കു ആന്റിയുടെ മോള് രമയാ? അറിഞ്ഞൂടെ? ഏത് രമ? അപ്പൊ നിനക്ക് അറിഞ്ഞൂടാ? ഇല്ല. അച്ഛാ, ഈ ആന്റിയുടെ പേരും തങ്ക. ഈ ആന്റിയുടെ പേര് തങ്കം. ഇത് തങ്കം, നമ്മുടെ മറ്റേ ബന്ധു തങ്കം. തങ്കം ആന്റിയുടെ മോള് രമ തങ്കം. ഈ തങ്കം വേറെ, ആ തങ്കം വേറെ. അനാഥ. അനാഥ. തങ്കു അനാഥ. തുണി കൂടി പോയാ? അതൊന്നും കുഴപ്പമില്ല ഏട്ടാ. നീലിനെ കാണുമ്പോഴേ ചിരിച്ചോണ്ടൊക്കെ നിന്നോണം. മുഖത്ത് എപ്പോഴും ദയനീയ ഭാവം വേണം. കണ്ണൊക്കെ എപ്പോഴും കരഞ്ഞ് കലങ്ങിയിരിക്കുമ്പോഴിരിക്കണം. സംസാരത്തിൽ കുറച്ച് വിനയൊക്കെ ആവാം കേട്ടാ. ശരി ഏട്ടാ. ഒരച്ചൊരച്ചോണ്ടിരിക്കാതെ അടിച്ച് നടക്കേ. ഒരു ജോലി ഏറ്റെടുത്താ വൃത്തിയായിട്ട് ചെയ്യണം. ഇതും കൂടെ. പിന്നെ ഒരുപാട് അടിച്ചലക്കി കീറരുത്. നല്ല വില കൂടിയ ഡ്രസ്സാ. ശരി. പറഞ്ഞു കേട്ടല്ലേ? ഒരുപാട് എന്തും. അച്ഛാ, ചേച്ചി. തങ്കം വാ. തങ്കം അല്ലേ ചേച്ചി? രമ അല്ല. അലക്കി കഴിഞ്ഞു ചേച്ചി. ഇനി വേറെ എന്താ ജോലിയുള്ള ചേച്ചി? ജോലിയൊക്കെ തരാം. ജോലി കഴിഞ്ഞ് വന്നല്ലേ ഉള്ളു. ഇത് കഴിക്കേ. കഴിച്ചോട്ടെ ചേച്ചി. കഴിച്ചു. ശരി ചേച്ചി. അച്ഛൻ്റെ പേരെന്താ? അച്ഛൻ മരിച്ചു ചേച്ചി. എന്നാലും അച്ഛൻ്റെ പേരുണ്ടാവുമല്ലോ. നാരായണൻ ചേച്ചി. അമ്മേൻ്റെ? തങ്കം ചേച്ചി. പൊന്നമ്മ തങ്കം ചേച്ചി. മോളെ പേര് തങ്കം, അമ്മേരെ പേര് പൊന്നമ്മ തങ്കം. പൊൻ തങ്കം. എന്താ കല്യാണം കഴിക്കാത്ത? ചൊവ്വാദോഷം കാണുമായിരിക്കും. ആണോ? പറയാം. പറയാം. കല്യാണം നടക്കാത്തത് ചൊവ്വ കാരണമാണെന്ന്.
ഇല്ല ചേച്ചി. ഇത് എന്ത് തങ്കം ഇത്? എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കുക ആൻസറിന്റെ മുമ്പേ ചേച്ചി 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 ഇത് ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചതാണോ? ഇനിയിപ്പം വല്ലപ്പോഴേക്കാ ചേച്ചിന്ന് വിളിച്ചാ എന്തിനാ കരയണേ? അയ്യോ കരയല്ലേ? ദേ ആഹാരത്തിന് മുമ്പിൽ നിന്ന് കരയാൻ പാടില്ല, വർക്കത്തേടാണ്. കരയല്ലേ? ഭക്ഷണം കയ്യിൽ നിന്ന് മാറ്റിയതിന് ശേഷം കരഞ്ഞാൽ മതി. ബാലു ചുമ്മാരി. തങ്കം കരയണ്ട. നോക്കേ ഞങ്ങളൊക്കെ ഇല്ലേ, കരയണ്ട. ഞങ്ങളൊക്കെ ഇല്ലേ, കരയാതെ. ശരി ബാലുവേട്ടാ. ബാലുവേട്ടാന്ന് ആ കുട്ടിയെ കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ? നല്ല ഐശ്വര്യമൊക്കെ ഉണ്ട് മുഖത്ത്. പക്ഷെ ആരുമില്ല. ആരുമില്ല, പാവം. ചിലപ്പോ ഈശ്വരനായിട്ട് കൊണ്ടുതന്നതാവും. എന്തിന്? കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ, എന്നിട്ട് തങ്കത്തിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിലേ കുഴപ്പമൊന്നുമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് ശ്രീക്കൊണ്ട് വേണ്ടി നോക്കാം. അയ്യടാ ഇപ്പൊ നടന്നത് തന്നെ. അവളെന്റെ ആരും അല്ല, നിന്റെ അല്ല. പക്ഷെ ജോലിക്കാരെ പിടിച്ച് ബന്ധുക്കളാക്കാൻ പറ്റൂല. ആ പൂതി അങ്ങ് മനസ്സ് വെച്ചിരുന്നാ മതി. പൂതിയാ? അല്ല, തങ്കത്തിന് ആ പൂതി അങ്ങ് മനസ്സ് വെച്ചിരുന്നാ മതി. അതിന് അവള് ശ്രീകുണ്ടെ കണ്ടിട്ടില്ലല്ലോ. ആ കാണാത്തന്നെ നല്ലത്. ഇങ്ങനെ ഊരും പേരും ഇല്ലാത്ത പിടിച്ചൊന്നും ബന്ധുക്കളാക്കാൻ പറ്റൂല. ആവശ്യമില്ല. ഊരും പേരും ഉള്ളതിനൊക്കെ പിടിച്ച് ബന്ധുക്കളാക്കിയിട്ട് വലിയ ഗുണമാണ് ഇവിടെ. കേട്ടാ, വേലക്കാരിയുടെ പേരും പറയും നമ്മൾ അവിടെ നിൽക്കല്ലേ കേട്ടാ. ആ അയ്യേ, നീ എന്തോന്ന് ചെയ്യണത്? ഇവിടെ മൊത്തം തൂത്ത് വൃത്തിയാക്കാൻ പറഞ്ഞു. ആര് പറഞ്ഞു? ചേച്ചി. ചാച്ചി പറഞ്ഞു. നിനക്ക് വേറെ പണിയൊന്നുമില്ല? ഇല്ല, ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഇതൊക്കെ തന്നെയല്ലേ പണി. എന്ത് പറയാനെന്ന് എടി, സത്യത്തിൽ എന്താണ് നിന്റെ പ്രശ്നം? എന്താണ്? എന്റെ ഭർത്താവ് അയാൾ ഒരു ജോലിക്കും പോകത്തില്ല. ഇവിടെ എന്നെ പ്രശ്നം അല്ല, എന്ത് യഥാർത്ഥത്തിൽ പ്രശ്നം എന്താണ്? അയാൾക്ക് എന്നെ ഭയങ്കര സംശയ. ഒരാളുടെ മുഖത്ത് നോക്കി ചിരിച്ചാ അന്ന് എനിക്ക് തല്ലുറപ്പാ. സംശയം? തങ്കം ചേച്ചിയുടെ മക്കൾക്ക് ഈ ഗതി വന്നല്ലേ. ഒരു കാലത്ത് എങ്ങനെ ജീവിച്ചവരാണ് നിങ്ങള്? നിനക്ക് ക്ഷീണമുണ്ടോ? കുറച്ചുണ്ട് ചേട്ടാ. നീ ആ ചൂലിഞ്ഞെടു. അയ്യോ വേണ്ട. ഇങ്ങോട്ട് ഇടറേ, കുഴപ്പമൊന്നുമില്ല, ആരും കാണാനൊന്നുമില്ല. ചേട്ടൻ നല്ലോണം തൂക്കുന്നുണ്ടല്ലോ. ശീലായി പോയി. അതെ, ഇങ്ങനെ അമർത്തി തൂക്കണം, എന്നാലേ പുല്ലിന്റെ ഇടയിൽ കിടക്കണ ഇലയൊക്കെ ഇളകി വരുള്ളൂ. നോക്കാവട്ടെ, നോക്കേ. മതി കുത്തുവാരിയത്. എന്നാ കടയിൽ പോയി ഈ സാധനങ്ങളൊക്കെ മേടിച്ചോ. ഞാൻ വെച്ചോളൂ. അല്ല, നീ പോയി വാങ്ങിക്കണ്ടോ? പോവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ആന്റി, അമ്മ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടോ എന്ന് പറഞ്ഞെടുക്കാൻ. 2 വലിയ ഡയറി മിൽക്ക്, പിന്നെ ഒരു ഓറിയോ. അതൊന്നും വേണ്ട കേട്ടാ. അതൊന്നും വേണ്ടെന്ന്. അപ്പൊ ആന്റി, ഞങ്ങളുടെ സാധനങ്ങൾ പോടിയെടുത്ത്. ഞാൻ പോയിട്ട് വരട്ടെ. നിങ്ങൾ പോയേ. നിങ്ങൾ പോയി ബാലോടുക്ക് പോലെ പറഞ്ഞത്. വയസ്സാൻ കഴുത്ത് ഒരുപാട് അങ്ങോട്ട് ഇളകണ്ട കേട്ടാ. ഞാൻ അവളെ എങ്ങനെയാണ് കാണുന്നത് അറിയാമോ? ആരാ നിങ്ങളുടെ അവള്? എന്റെ സഹോദരിയെ പോലെയാണ് അവളെ കാണുന്നത്. സഹോദരിയെ പോലെയല്ലേ ഉള്ളൂ. ഇനി കാണാൻ നിക്കണ്ട, അകത്തേക്ക് പോ. എന്താ നിക്കണേ? എന്നിട്ട് കൂട്ടിക്കൊണ്ടു പോണോ? ഇവിടെ പോയത് ഇത്ര നേരം? പച്ചക്കറി. പച്ചക്കറി കനമുണ്ടാ? ഇല്ല ചേട്ടാ. ഞാൻ പിടിച്ചോളാം. അല്ല വേണ്ട, ചേട്ടൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എടീ, വഴിയിലെങ്ങാനും വെച്ച് നിന്റെ ഭർത്താവ് നിന്നെ ഉപദ്രവിച്ചാലാന്ന് കണ്ട് പേടിച്ചാണ് ഞാൻ ഇവിടെ ഇത്രയും നേരം നിന്നത്. ഒരു കാര്യം പറയാം, ഒരു കാരണവശാലും പിടികൊടുക്കരുത്. അങ്ങനെ വല്ലതും സംഭവിച്ചാ രണ്ടുപേരും കൂടെ തൂങ്ങി ചാവേണ്ടി വരും. അയ്യോ, അതെന്തിനാ? ഞാൻ ഒരു അവസ്ഥ പറഞ്ഞല്ലേ. അല്ല, അങ്ങനെ ആവുമ്പോ തെറ്റിദ്ധാരണ കൂടില്ലേ? തെറ്റിദ്ധാരണ ഒന്നുമില്ല. നീ ഒരു കാര്യം. ആരാ? നീ പോ. ഞാൻ പോവാ ചേട്ടാ. അതാരടാ അത്? അത് എന്തിനാ അറിയണ? നിന്റെ വീട്ടിൽ വന്നിരിക്കണാണല്ലോ, അപ്പൊ ഞാനും കൂടെ അറിയണ്ടായിരുന്നു. എടേ, എന്റെ വീട്ടിൽ ജോലിക്ക് വന്നേടേ. നിന്നെ ചേട്ടാന്ന് വിളിച്ചിട്ടാണല്ലോ പോയത്. പിന്നെ പ്രായമുള്ളവരെ ചേട്ടാന്നുള്ളതാ. പിന്നെ പറ. എന്തായാലും കൊള്ളാം. അങ്ങനെ കൊള്ളാം? അല്ല, മൊത്തത്തിൽ കൊള്ളാന്ന് പറയായിരുന്നു. അത് നീ പോ. നമ്മളൊന്നും അന്വേഷിച്ച ഇതുപോലുള്ള ജോലിക്കാരെ കിട്ടൂലേ. നീയൊക്കെ സുഹൃതം ചെയ്ത ജന്മോണടാ. പോടാ. വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. കേട്ടാ, മേലെ തൊട്ട് കളിക്കല്ലേ. നീയൊക്കെ അടിച്ചടിച്ച് വയ്യാതിരിക്കുകയാണ് ഞാൻ. പോട്ടാളിയാ. എവിടെ നിന്നളിയാ കൊച്ച്? ബസ്സി പോ. പെട്ടെന്ന് ചെല്ലടാ.
നിന്നെ കാത്തുമ്പോ ഭാര്യ മക്കള് മാത്രമല്ല വേറെ പലരും ഉണ്ടല്ലോ. ആഹാ അനാഥ ഇവിടെ നിൽക്കുമായിരുന്നോ? ഇന്ന് രാത്രി എനിക്ക് ചപ്പാത്തി ഉള്ളിക്കറി മതിയേ. എന്തോന്ന് ഹും വല്ലതും പറയുന്നെങ്കിൽ വാ തുറന്ന് സംസാരിക്കണം, മനസ്സിലായോ? എന്തോന്ന് വീണ്ടും ഹും ഹുംന്ന്? ഞാൻ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞല്ലേ ഉള്ളൂ, വല്ലതും പറയാനുണ്ടെങ്കിൽ വാ തുറന്ന് സംസാരിക്കണോന്ന്. എന്തോ തന്നെ അപ്പച്ചി ആന്റി വഴക്ക് പറയുന്നേ? അതിനാര് വഴക്ക് പറഞ്ഞു? കാര്യം പറഞ്ഞല്ലേ. കാര്യം പറച്ചിൽ ഇങ്ങനെയാണെങ്കിൽ വഴക്ക് പറച്ചിൽ എന്തായിരിക്കുമോ എന്തോ. അതെ, ഞാൻ ആരെയും വഴക്ക് പറയാറില്ല, നല്ല അടിയാണ് കൊടുക്കാറ്. ആ കുട്ടുമാമ പറഞ്ഞ കറക്റ്റാ. കുട്ടുമാമ എന്ത് പറഞ്ഞടി? അപ്പച്ചി ഒരു സുസ്മിരോധനയാണെന്ന്. കൂടുതൽ വധിക്കാൻ വരല്ലേ. ആന്റി അപ്പച്ചി എന്തോന്ന് പറഞ്ഞേ? അപ്പച്ചി പറഞ്ഞത് രാത്രി കഴിക്കാൻ ചപ്പാത്തി ഉള്ളിക്കറി മതിയെന്ന്. അതെ ആന്റി, കാര്യം പറഞ്ഞ ഞങ്ങളുടെ അപ്പച്ചിയൊക്കെ തന്നെ, പക്ഷേ കുറച്ച് ജാടക്കരിയാ അല്ലേ ശിവ? കുറച്ചൊന്നുമല്ല, ഒരൊന്നൊന്നര സാധനമാ. പിന്നെ ആന്റി അപ്പച്ചി പറയുന്നൊക്കെ ഉണ്ടാക്കി കൊടുത്താ ആന്റി വേണമെങ്കിൽ ആട്ടിമപ്പണി വരെ ചെയ്യിപ്പിക്കും. അങ്ങനത്തെ ആളാ അത്. എന്താണ് രണ്ടുപേരും കൂടെ ആന്റിയുടെ അടുത്തൊരു ചർച്ച? ഓ ഞങ്ങൾ കുറച്ച് കുടുംബവിശേഷങ്ങൾ പറയുമായിരുന്നു. ആ വിശേഷം പറഞ്ഞാൽ മതി. പോ വരുന്ന പഠിക്കോ. ബൈ ആന്റി, ബാക്കി വിശേഷം പിന്നെ പറയാം. ബൈ. എന്ത് ഇങ്ങനെ ഇരിക്കണേ? ഇല്ല ഒന്നുമില്ല, ചുമ്മാ. എനിക്കറിയാം, അവള് പണി അടിപ്പിച്ച് നടു പഠിച്ച്. അയ്യോ അതിന് മാത്രം പണിയൊന്നും ഉണ്ടായില്ല. അയ്യോ അവൾ ഒരാളെ കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കായിരുന്നു. എനിക്കറിഞ്ഞൂടെ, നിനക്കാരുമില്ലെങ്കിലും ഞാൻ ഉണ്ട്. തമാശയ്ക്ക് പറഞ്ഞല്ല, കാര്യമായിട്ട് പറഞ്ഞാണ്. പൈസ വല്ല ആവശ്യമുണ്ടോ? ഇല്ല ചേട്ടാ. ഇല്ല ഇല്ല. ചോദിച്ചു. എനിക്ക് വേണ്ട. ഞാനല്ലേ തരണേ, വാങ്ങിക്കോട്ടെ. ആ വേണ്ട ചേട്ടാ. അയ്യോ എനിക്ക് വേണ്ട. ചേച്ചി കണ്ടേ. അമ്മ എന്തേ? ഒന്നുമില്ല. അവിടെ നിൽക്ക്, ഇങ്ങോട്ട് വാ. എന്താ? അച്ഛന് തങ്ക ആന്റിയോട് ഭയങ്കര സ്നേഹമാണല്ലേ? അതിപ്പോ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ. എന്താ കാര്യം? അമ്മ അച്ഛന് കാശ് ഒതും കൊടുത്തായിരുന്നോ തങ്ക ആന്റിക്ക് കൊടുക്കാൻ പറഞ്ഞു? ഇല്ല. അച്ഛന് തങ്ക ആന്റിക്ക് കാശ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. മണി 11:30 കിടക്കണില്ലേ? നീ പോയി കിടന്നോ, ഞാൻ വന്നോളാം. ഞാൻ വാതിലടയ്ക്കും. ആ സാരമല്ല, ഞാൻ ഇവിടെ കിടക്കാം. ഡേ തങ്ക ഉറങ്ങിയാ? ആ ഉറങ്ങി. അവളെവിടെ കിടക്കണേ? അടുക്കള അവിടെ. നീ എന്തിനാ അവളെ അടുക്കള കിടത്തിയത്? ലച്ചുവിന്റെ റൂമിൽ എവിടെ വന്ന് കിടക്കാൻ പറയുന്നത്? ഇവിടെ നിങ്ങൾ അടക്കല്ലേ? അതിന് തോഴപ്പം ഞാൻ ഇവിടെ എണീറ്റ് മാറി കൊടുക്കൂലേ? ഇവിടെ വന്നിരിക്കണ കരയണ? എന്തിനു കരയണ? വെറുതെ ചിന്തിച്ച് കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ വിധി. നമ്മൾ ആഗ്രഹിക്കും പോലെ ജീവിതം നടക്കണമെന്നില്ല. വിധി ചിലപ്പം പ്രതികൂലമാവാം, അനുകൂലമാവാം. എനിക്ക് നല്ല ഉറപ്പുണ്ട്, നിന്റെ ചേട്ടൻ നല്ല സ്വഭാവമായിട്ട് മാറും. ചേട്ടാ, എൻ്റെ സ്വന്തം സഹോദരങ്ങൾ പോലും എൻ്റെ കാര്യത്തിൽ ഇത്ര താല്പര്യം കാണിച്ചിട്ടില്ല. ചേട്ടനോട് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. നീ കരയാതെ നീ ഇവിടെ എത്ര ദിവസം വേണോ താമസിച്ചോ, ഞാൻ ഉണ്ട് കൂടെ. കരയണ്ട. ശരി ശരി, അങ്ങനെ ഇവിടെ അധികം നിന്ന ആരെയും കണ്ട സംശയത്തിനിടയാക്കും കേട്ടോ. പാപ്പാ തിരിച്ചോണ്ട് വാ. ആ ശ്രീകുട്ടാ, ഉറങ്ങിയാ നീ? നാളെ നീ ഇവിടെ ഒന്ന് വരണേ. ആ വന്നിട്ട് പറയാം. ശരി.